ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 7 തിരുവചനം. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. ഉയർത്തെഴുന്നേറ്റ കർത്താവ് കടൽക്കരയിൽ അവരെ കാത്തു നിൽക്കുകയാണ്. അവർക്കാർക്കും മനസ്സിലായില്ല അത് കർത്താവാണെന്ന്. എന്നാൽ തിരുവചനം പറഞ്ഞു തരുന്നു, യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യന് അത് മനസ്സിലായി. അവനത് പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. കൂടെ നടക്കാഞ്ഞിട്ടല്ല, അവന്റെ വചനങ്ങൾ കേൾക്കാഞ്ഞിട്ടല്ല, ആ ജീവിതം തൊട്ടറിയാഞ്ഞിട്ടുമല്ല, എന്നിട്ടും പലർക്കും മനസ്സിലായില്ല അത് കർത്താവാണെന്ന്. ഇന്ന് ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, പലതും അറിയാതെ പോകുന്നത് കൊണ്ടല്ല, എല്ലാം അറിയാം. അപ്പോഴും ചിലതൊക്കെ പറഞ്ഞു തരുമ്പോൾ അതൊരു തിരിച്ചറിവായി മാറും. അത് പറഞ്ഞു തരുന്നവർ ഒരുപക്ഷെ ഏറെ സ്നേഹിക്കുന്നവരാണ്. ആ സ്നേഹം കൊണ്ട് അവർക്ക് തിരിച്ചറിയാൻ പറ്റും പലതും. ആ തിരിച്ചറിവുകൾ അവർ പറഞ്ഞു തരുമ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിന് ഒരു പുതുശക്തി ഉണ്ടാകുന്നത്. വീണ്ടും പുറങ്കുപ്പായം എടുത്തു ധരിക്കാൻ അത് ബലം നൽകും. എന്ന് മാത്രമല്ല, പത്രോസ് കടലിലേക്ക് ചാടിയതുപോലെ ഒരു ഇറങ്ങിത്തിരിക്കലിന് അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ശക്തി പകരും. എങ്കിൽ ചിലതൊക്കെ മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ മനസ്സോടെ കേൾക്കാൻ നമ്മുടെ ഹൃദയവും തുറക്കാം. അത് ജീവിതത്തെ വല്ലാതെ ഉയർത്തിയേക്കാം. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.